ഡൽഹിയിൽ 6 വയസ്സുള്ള പെൺകുട്ടിയെ ഗ്യാങ് ചെയ്തത് 10ഉം 13ഉം 14ഉം വയസ്സുള്ള കൊച്ചു പിള്ളേരാണ്. फिर तीनों ने गंदा काम किया, तीनों ने। तीनों ने किया। അതിലൊരു കൾപ്രിറ്റിന്റെ അമ്മ പറഞ്ഞത് ആ പെൺകുട്ടി അത് അർഹിച്ചിരുന്നു എന്നാണ്. ജനുവരി 18-ന് ഈ 3 പിള്ളേര് ചേർന്ന് വ്യാജ നോട്ട് നൽകി കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാറ്. അവിടെ വെച്ച് ഈ കുട്ടി അവർ 3 പേരും ചേർന്ന് മാറി മാറി ഗ്യാങ് ചെയ്യാറ്. പെൺകുട്ടി ബ്ലീഡ് ചെയ്യുന്നത് കണ്ടപ്പോ അവർ പെൺകുട്ടിയോട് പറഞ്ഞു, ഇത് ആരോടും പറയാൻ നിൽക്കരുത്, ആരെങ്കിലും ചോദിച്ചാൽ ഓട്ടോയിൽ നിന്ന് വീണതാണെന്ന് പറയണം. പക്ഷെ പെൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ കുറെ അധികം ബ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി തലകറങ്ങി വീണു. വീട്ടുകാർക്ക് ഉടൻ തന്നെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. പെൺകുട്ടിയോട് ചോദിച്ചതിൽ നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം വീട്ടുകാർക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും വീട്ടുകാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം, ഈ കുറ്റം ചെയ്തത് മൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. ഇവരെ ഒന്നും ശരിക്കും മൈനർ എന്നല്ല വിളിക്കേണ്ടത്, ടൈം ബോംബുകളാണ്. ഇന്നേ ഡിഫ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഇതിലും വലിയ ത്രെട്ട് ആയിട്ടായിരിക്കും ഇവർ വളർന്നു വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഓവർ ആയിട്ടുള്ള ആക്സസ് കിട്ടുന്നത് തന്നെയാണ്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഒരു സംഭവം. 14-കാരൻ പീഡിപ്പിച്ചു. മൈനർ ആയിട്ടുള്ള ഈ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ സർക്കാർ ഉടൻ തന്നെ എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറയായിരിക്കും ഇല്ലാണ്ടാവുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വയസ്സായ ആൾക്കാർ മുതൽ കൊച്ചു കുട്ടികളുടെ അടുത്ത് പോലും സേഫ് അല്ല.